3 ദിവസം കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ട ഉപ്പ വിട പറഞ്ഞിട്ട് 14 കൊല്ലമാവുകയാണ്. ഇന്നും മനസ്സിൽ ഓർമ്മയുണ്ടോ എന്റെ ഉപ്പാനെ കുറിച്ച് പറയുമ്പോ? എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളിക്കകത്ത് കയറുമ്പോ എന്റെ ഉപ്പാനെ എനിക്ക് ഓർമ്മ വരും. എന്തെന്നറിയുവോ? ആ പള്ളിക്കകത്തിരിക്കുന്ന മുന്നിൽ വെച്ചിരിക്കുന്ന ജനൽ എന്റെ വാപ്പ കൊടുത്തതാ. ഇന്നും പടച്ചവര് വാപ്പയില്ലാത്ത പൈസ കൊടുത്തിട്ട് അല്ലാഹുവേ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോ വീട്ടിലുണ്ടായിരുന്ന ഒരു മരം മുറിച്ചിട്ട് വീട് പണിയാൻ വെച്ചിരുന്ന ഒരു ജനല് കൊണ്ടുപോയി പള്ളിക്ക് കൊടുത്തടോ. ഇന്നും ആ പള്ളിക്കകത്ത് കയറുമ്പോ ആ ജനല് കാണുമ്പോ എന്റെ ഉപ്പാനെ എനിക്ക് ഓർമ്മ വരും. നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. നമ്മളെല്ലാരും പറയാറുണ്ട്, ഉസ്താദേ ഞാന് ആഴ്ചയിൽ ഒരു ഖത്തം ഓതും. ചിലര് പറയും ഞാൻ മാസത്തിൽ ഓതി തീർക്കാറുണ്ട്. സഹോദരിമാര് പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഞാൻ ഖത്തം ഓതി തീർക്കുന്നവളാണ്. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 ഞാൻ റമദാനിൽ 3 ഖത്തം ഓതി തീർക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓതി ഇങ്ങനെ ഖത്തം തീർക്കലല്ലാതെ എടോ ഖുർആൻ ഓതുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം, നീ ഓതുന്നത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരുപാട് ഇങ്ങനെ ഓതി മറിച്ച് തീർക്കാൻ പുസ്തകമല്ലത്, അത് അല്ലാഹുവിന്റെ കലാമാ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ കലാമാണ് ഖുർആൻ. അത് ഒളിവില്ലാതെ തൊടാൻ പാടില്ല. അത് ഓതുന്നതിന്റെ ഇടയിൽ സംസാരിച്ചു പോയാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ പോലും നഷ്ടപ്പെടുമെന്ന് അലിയാർ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പാരായണം ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിലിരിക്കുന്നത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം. കയ്യിലിരിക്കുന്നത് ഖുർആനാണ്, കയ്യിലിരിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയോ? പേടിക്കണം പെങ്ങള്. എന്റെ ഉപ്പമാരോട് പറയുന്ന പരിശുദ്ധമായ ഖുർആനാണ്. നമുക്ക് കളിയും തമാശയുമാണ്. എന്നാൽ ആ ഖുർആനിന്റെ പവർ നിങ്ങൾക്കറിയുമോ? അല്ലാഹു തന്നെ പറയുന്നു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവതത്തിന്റെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുമ്പോ പെങ്ങളെ, വെറുതെ ഖത്തമിങ്ങനെ ഓതി തീർത്തിട്ട് കാര്യമില്ല ഉമ്മ. അത് ഖുർആനാണ് കയ്യിലിരിക്കുന്നതെന്നുള്ള ചിന്ത വേണം പെങ്ങള്. സഹോദരാ, ഖുർആനാണ് പാരായണം ചെയ്യുന്നത്. ഇത് അല്ലാഹു നിനക്കൊരു മാർഗദർശനമായി കാണിച്ചു തന്നതാണ്. അല്ലാഹു നിനക്കൊരു മാർഗദർശനമായി ഇറക്കി തന്നതാണ്. ഈ ഖുർആൻ പഠിച്ചാൽ, ഈ ഖുർആൻ പാരായണം ചെയ്താൽ പഠിച്ചവനെ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്നു, ഒരു മാറ്റവുമില്ലടോ, ഒരു മാറ്റവുമില്ലടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് എനിക്കും മാറ്റമില്ല, നിങ്ങൾക്കും മാറ്റമില്ല. നമ്മൾ പാരായണം ചെയ്യുകയാണ്, ഇങ്ങനെ വായിച്ചു വായിച്ചു തീർക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ആൾക്കാര് നന്നായത് വഴുത് കേട്ടിട്ടല്ല. പെങ്ങളെ, വഴുത് കേട്ടിട്ടല്ല പലരും നന്നായത്. പലരും നന്നായത് മണിക്കൂറുകൾ നീണ്ട വഴുത് കേട്ടിട്ടല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോ നന്നായി എത്ര പേരുടെ ചരിത്രം നിനക്കറിയാ? ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ മനുഷ്യരാണ് നമ്മൾ. മദീനത്ത് കടന്നു പോകുമല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമല്ലോ. മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു നിന്ന് സലാം പറയുന്നു. രണ്ടാമത് കിടക്കുന്നത് അബൂബക്കർ തങ്ങളാണ്. മൂന്നാമത് കിടക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്.
ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരാണെന്നറിയോ? ആ ഉമറിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗകാന ബഅദി നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു നബിയില്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്റെ ഉമറിന് അതിനുള്ള യോഗ്യതയുണ്ട്, എന്റെ ഉമറിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണെന്നറിയുമോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുമോ? ഖത്താബിന്റെ മകൻ ഉമറിനൊരു കാലമുണ്ടായിരുന്നടോ. ഖത്താബിന്റെ മകന് ഉമറിനൊരു കാലമുണ്ടായിരുന്നു. പടച്ചവനെ, അതാ ഉറങ്ങാത്ത മക്കളോട്, കരയുന്ന മക്കളോട്, ഭക്ഷണം കഴിക്കാത്ത മക്കളോട് ഉമ്മമാര് പറയുമായിരുന്നു, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. അല്ലാഹുവേ, കരയുന്ന കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് കരച്ചിൽ നിർത്തുമായിരുന്നു. പെങ്ങളെ, അതായിരുന്നു ഉമർ തങ്ങളുടെ ജീവിതമെടുത്ത് വായിച്ചു നോക്കടോ. എടാ ചെറുപ്പക്കാരാ, ഒരാൾ ഓടിച്ചെന്ന് ഉമറിന്റെ അയൽവാസിയോട്, ഖത്താബിന്റെ മകൻ ഉമറിന്റെ അയൽവാസിയോട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ അയൽവാസി ഖത്താബിന്റെ മകൻ ഉമറുണ്ടല്ലോ, ഉമർ മുസ്ലിമായിരിക്കുകയാ. അയൽവാസിയോട് ഒരാൾ പറഞ്ഞു, നിന്റെ അയൽവാസി ഖത്താബിന്റെ മകൻ ഉമറുണ്ടല്ലോ, ആ ഉമർ മുസ്ലിമായിരിക്കുകയാണ്. എന്താണ് മറുപടി എന്നറിയുമോ? അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? ഈ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ, വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. ഖത്താബിന്റെ മകൻ ഉമർ ഒരിക്കലും മുസ്ലിമാകില്ല. പെങ്ങളെ, അതായിരുന്നു ഉമറിന്റെ സ്വഭാവം. അതാ അങ്ങനെ ഇരിക്കുന്ന ഉമറുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ശപഥം ചെയ്യുകയാണ്, മുഹമ്മദിന്റെ തലയെടുക്കാതെ ഇനി ഉമർ മടങ്ങി വരൂല. അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ തയ്യാറെടുത്തുകൊണ്ട് ഉരിപ്പിടിച്ച വാളുമായി ഉമർ ഇബ്നുൽ ഖത്താബ് കുതിരപ്പുറത്ത് പോകുമ്പോ അതാ ഒരു വഴിയാത്രക്കാരനായ മനുഷ്യൻ ചോദിക്കുന്നു, ഉമറേ, എവിടേക്കാണ് പായുന്നത്, എവിടേക്കാണ് പോകുന്നത്? അവിടെന്ന് പറഞ്ഞു, മുഹമ്മദിനെ നേരെയാക്കാൻ പോവുകയാണ്. ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, ഉമറേ, മുഹമ്മദിനെ നേരെയാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് നേരെയാക്കടാ. നിന്റെ കൂടപ്പിറപ്പ് ഫാത്തിമയുണ്ടല്ലോ, നിന്റെ സഹോദരി ഫാത്തിമയുണ്ടല്ലോ, ആ ഫാത്തിമയും മുഹമ്മദിന്റെ മതത്തിൽ കയറിയിരിക്കുകയാണ്. പടച്ചവനെ, ആദ്യം വീട് നന്നാക്കൂ, എന്നിട്ട് മുഹമ്മദിനെ നന്നാക്കാ. ഉമറിന് നാണക്കേടായടോ. പടച്ചവനെ, വല്ലാത്ത വാസിയായി നേരെ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉമർ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ, പടച്ചവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പടന്നു പോതുകയാണ്. ഭാര്യയും ഭർത്താവും ഖുർആൻ പഠിക്കുകയാണ്. അപ്പോഴാണ് ഉമർ വീടിന്റെ അകത്തേക്ക് ഇരച്ചു കയറുന്നത്. തന്റെ കൂടപ്പറപ്പിനെ തല്ലി ചതയ്ക്കുകയാ. ഉമറിന്റെ ദേഷ്യം മുഴുവനും തീർക്കുകയാണ്. അതാ പടച്ചവനെ, ക്ഷീണിച്ചിരിക്കുമ്പോ തന്റെ കൂടപ്പറപ്പായ ഫാത്തിമയുടെ മൂക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയാണ്. സഹോദരിയുടെ മൂക്കിലൂടെ ബ്ലഡ് ഇങ്ങനെ വീഴുമ്പോ പടച്ചവനെ, എത്രയാണെങ്കിലും കൂടപ്പറപ്പാണല്ലോ. ഉമറൊന്ന് ശാന്തനാവുകയാ, ഉമറൊന്ന് ശാന്തനാവുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നീ ഏതോ കവിത പാടുന്നല്ലോ ഫാത്തിമ, എന്താണ് ഫാത്തിമ? ഫാത്തിമ അവിടെന്ന് പറഞ്ഞു, ഉമറേ, കവിതയല്ല പാടിയത്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തതാ, ഞാൻ ഓതുന്നത് അല്ലാഹുവിന്റെ കലാമാ. ഉമർ ചോദിക്കുന്നു, എനിക്കൊന്ന് തരുവോ? ശുദ്ധിയായിട്ട് വാ ഉമറേ, ശുദ്ധിയായിട്ട് വാ ഉമറേ. ഉമർ തങ്ങൾ ചെന്ന് ശുദ്ധിയാവുകയാണ്. എന്നിട്ട് പടച്ചവരെ, ഫാത്തിമയുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ആ കാട്ടാളനായ ഉമറിന്റെ മുമ്പില് ഫാത്തിമ അവിടെ നിന്ന് കഥാ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അതിന്റെ 3-4 ആയത്തുകൾ ഓതുകയാണ്. ആ സൂറത്തിന്റെ 3-4 ആയത്തുകൾ പാരായണം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ കേട്ട് കഴിഞ്ഞപ്പോ
വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ കലാം അവിടുന്ന് കേട്ടപ്പോ, പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കേട്ടപ്പോ ഉമർന്ന് പിടയുകയാണ്. എന്താണ് പടച്ചവന് ഈ പാരായണം ചെയ്യുന്നത്? എന്താണ് തമ്പുരാന്? ഉമറിന്റെ മനസ്സൊന്ന് കിടുങ്ങിയടോ. എന്നിട്ടതാ എഴുന്നേറ്റ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുമ്പിലേക്ക് കടന്നു പോവുകയാ. അവിടുന്ന് ഖുർആൻ കേട്ടിട്ട് കടന്നു പോവുകയാണ്. ഉമർ വരുന്നെന്നറിയുമ്പോ അതാ സ്വഹാബത്തിൽ പലരും പേടിക്കുകയാണ്. പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ പടച്ചവനെ പേടിക്കുകയാണ്. കാരണം വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാണ്. ഒരാള് പോലും മുമ്പിൽ നിൽക്കാറില്ല. കാരണം ഉമറാണ് കടന്നു വരുന്നത്. അങ്ങനെ എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ അതാ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബിനെ തടയുകയാണ്. ഖത്താബിന്റെ മകൻ ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉമറേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് സംസാരിച്ചിട്ട് മുസ്ലിമാകാൻ വന്നതാണോ? ഇതിനകത്ത് നിന്ന് നിനക്ക് ജീവനോടെ മടങ്ങി പോകാം. അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? നീ ജീവനോടെ പോകില്ലടാ, നീ ജീവനോടെ പോകില്ലടാ. പടച്ചവനെ, ഉമർ ഭയന്നു പോയടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്. ഇതാണ് പറഞ്ഞത്, ഈമാനുള്ളവരുടെ വാക്കുകൾക്ക് പോലും വല്ലാത്ത പവറാടോ. ഈമാനുള്ളവരുടെ വാക്കുകൾക്ക് പോലും അവിടുന്ന് വല്ലാത്ത പവറാണ്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ പറഞ്ഞ് കേറി വരാറ്, മുത്തി നബി പറഞ്ഞ് കേറി വരാറ്. ഖത്താബിന്റെ മകൻ ഉമർ നബി തങ്ങളുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. റസൂലുള്ളാഹി ഇരിക്കാൻ പറഞ്ഞു. ഉമർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നബി തങ്ങൾ അവിടുന്ന് മറുപടി പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് 40ാമത്തെ മനുഷ്യനായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. പെങ്ങളെ, നന്നായത് വഅദ് കേട്ടല്ല, കേട്ടിട്ടല്ല നന്നായത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 4 ആയത്തുകള്, 4-5 ആയത്തുകൾ കേട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിരന്നിരിക്കുന്ന ഉപ്പമാരെ, 4 ആയത്തല്ല, പടച്ചവനെ 6000-ൽ പരം വരുന്ന ആയത്ത് ബോധുന്നില്ലേ, കേൾക്കുന്നില്ലേ? എന്തേ മാറ്റം വരാത്തത്? ഖുർആനിന്റെ 114 സൂറത്തുകള് പടച്ചവനെ ഒരുപാട് പ്രാവശ്യം നീ ഓതിയല്ലോ. എന്തേ ജീവിതത്തിൽ മാറ്റം വരാത്തത്? അല്ലാഹുവിന്റെ ഖുർആൻ കേട്ട് പലരും മാറിയടോ. ഒരുപാട് പേര് നന്നായടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് ആരാണെന്നറിയുമോ മോനെ? ഫുളൈൽ ഇബ്നു ഇയാദ് നിങ്ങളുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക് ചെറുപ്പക്കാരാ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈല്. അല്ലാഹുവേ, ഫുളൈൽ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു, അവളുമായി ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈല്, ഏത് പെണ്ണിനെയും വളയ്ക്കുമല്ലോ. ഞങ്ങളെല്ലാവരും പരാജയപ്പെട്ടു. ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാം, ഒരു പെണ്ണിനെ കാണിച്ചു തരാ. നിനക്കൊന്ന് വളയ്ക്കാൻ പറ്റുമോ? എങ്കിലും ഞങ്ങൾ നീ ധൈര്യശാലിയാണെന്ന് സമ്മതിക്കാം. അങ്ങനെ ഫുളൈൽ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കാണിച്ചു കൊടുത്തു. ഫുളൈൽ അവളുടെ പുറകിൽ നടക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും പരിഗണിക്കുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും പടച്ചവനെ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവർ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവളാ. ഫുളൈലിന് നാണക്കേടായി
നാണക്കേടായടോ. കൂട്ടുകാരുടെ മുമ്പിൽ നാണക്കേടായി. എങ്ങനെയെങ്കിലും ഇവളെ പരാജയപ്പെടുത്തണം. അങ്ങനെ ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറി തന്റെ ആഗ്രഹം പറഞ്ഞു. പെണ്ണ് സമ്മതിക്കാതെ വന്നപ്പോ ഫുലൈൽ അവിടുന്ന് ബലാത്കാരമായി പിടിക്കുകയാണ്. ആരോഗ്യവാനായ ഫുലൈല് ആ പാവപ്പെട്ട പെൺകുട്ടി അവിടുന്ന് കീഴ്പ്പെടുത്തുകയാണ്. റബ്ബേ, പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഈ ഫുലൈലാണെങ്കിൽ പടച്ചവനെ പരിഗണിക്കുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോ ഫുലൈല് വിഭജിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ നിലവിളിച്ചുകൊണ്ട് പെണ്ണുണ്ടല്ലോ, ആ നിലവിളിച്ചുകൊണ്ടിരുന്ന പെണ്ണ് കരച്ചില് നിർത്തുകയാണ്, നിലവിളി നിർത്തുകയാണ്. പടച്ചവനെ ചെയ്യരുതെന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന കരഞ്ഞിരുന്ന പെണ്ണുണ്ടല്ലോ, മിണ്ടാതെ ഇരിക്കുകയാണ്. ഫുലൈല് ചോദിക്കുന്നു, പെണ്ണ് സമ്മതിച്ചതാണോ? സമ്മതിച്ചതാണോ? ആ പെണ്ണ് ഫുലൈലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാ. വല്ലാത്ത ഒരു കരച്ചല്, വല്ലാത്ത ഒരു കരച്ചല്. ഫുലൈൽ ഇബ്നു ഇയാദിന്റെ മുഖത്ത് നോക്കിയിട്ട് കരയുകയാണ്. ഫുലൈൽ ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ കരയുന്നത്? എന്തേ പെണ്ണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഫുലൈലേ, ഖുർആനിന്റെ ആയത്ത് കേൾക്കടാ ഫുലൈലേ. പരിസരത്തുള്ള ഏതോ ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഒരു മാതാവ് ഖുർആൻ ഓതുകയാണ്, ഒരു മാതാവ് ഖുർആൻ ഓതുകയാണ്. കേൾക്കടാ ഫുലൈല്, കേൾക്കടാ ഫുലൈല്. ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. കേൾക്കടാ ഫുലൈല്, കേൾക്കടാ ഫുലൈല്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ ഫുലൈല്? നന്നാകാ സമയമായില്ലേ ഫുലൈല്? ഒരുപാട് ആസ്വദിച്ചില്ലേ? ഒരുപാട് സുഖിച്ചില്ലേ? നിനക്ക് നന്നാകാ സമയമായില്ലേ? കാട്ടാളനായ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായ ഫുലൈലുണ്ടല്ലോ, ഒരറ്റായത്ത് കേട്ടപ്പോ ഇനി തീ വീടുന്നത് പോലെ ഹൃദയത്തിലേക്ക് തറയ്ക്കുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അവസാനം ലോകമറിയുന്ന പണ്ഡിതനായി ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു അറിയുന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, പടച്ചവനെ വഅദ് കേട്ടിട്ടല്ല നന്നായത്. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. എങ്ങനെയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വളർന്നതെന്നറിയോ? പടച്ചവനെ, അതാ അല്ലാഹുവേ, നബിതങ്ങൾ അവിടുന്ന് പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവന് മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പാണ്, അവൻ മുസ്ലിമീങ്ങളോട് വല്ലാത്ത ദേഷ്യമാണ്. എന്തിനു പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 3 പ്രാവശ്യം വധിക്കാൻ തയ്യാറായവനാണ് പടച്ചവനെ സുമാമ. നബിതങ്ങളെ കൊല്ലാൻ പോയവനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബിയെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് വല്ലാത്ത വാസിയായി, വല്ലാത്ത വൈരാഗ്യമായി. പടച്ചവനെ, പിന്നെ മുസ്ലിമീങ്ങളെ കൊല്ലാൻ തുടങ്ങി. ഒരുപാട് സ്വഹാബാക്കളെ ഉപദ്രവിക്കുകയാണ്. അവിടുന്ന് സ്വഹാബാക്കളെ വധിച്ചു കളയുകയാണ്. അവന്റെ പടച്ചവനെ, അവന്റെ ശത്രുത, അവന്റെ ഉപദ്രവം വല്ലാതെ കൂടിയപ്പോ നിബിതങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുമാമയുടെ ഉപദ്രവം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹു
അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് സങ്കടം പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. സുമാമയെ എവിടെ വെച്ച് കിട്ടിയാൽ കൊന്നുകളഞ്ഞേക്ക് സ്വഹാബ. സുമാമയെ കൊല്ലാൻ നബി തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാണ്. നബി തങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ അവൻ എത്രത്തോളം ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കടോ എന്റെ പ്രിയപ്പെട്ട സഹോദര. അല്ലാഹുവിന്റെ റസൂൽ അവിടെ കൊല്ലാൻ പറഞ്ഞ മനുഷ്യനാണ്. അങ്ങനെ ഇരിക്കുമ്പോ അതാ ഒരു പാതിരാത്രിയിൽ മദീനയിൽ ഒരു മനുഷ്യനെ കാണുകയാ. ആ സമയത്ത് ഒരു മനുഷ്യനെ കാണുകയാണ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ അല്ലാഹുവേ സ്വഹാബത്ത് അവിടുന്ന് പിടിക്കുകയാണ്. സ്വഹാബത്ത് അവിടുന്ന് പിടിക്കുകയാണ്. അവിടുന്ന് ചോദ്യം ചെയ്യുകയാണ്. ആ സമയത്ത് മദീനയിൽ കണ്ട ഒരു മനുഷ്യനെ കണ്ടപ്പോ അവിടുന്ന് ചോദ്യം ചെയ്യുകയാണ്. പടച്ചറപ്പേ, സ്വഹാബത്തിന് സംശയമായി. ഇവന് മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണല്ലോ. അവിടുന്ന് സംശയമാവുകയാണ്. അവനെ പിടിച്ചുകൊണ്ട് വന്ന് മസ്ജിദുൻ നബവിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാ. പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. പടച്ചവനെ, നബി തങ്ങൾ വന്നിട്ട് തീരുമാനമെടുക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ സ്വഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയേ. പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അങ്ങ് വന്നിട്ട് തീരുമാനമെടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, എവിടെയാണ് കിടക്കുന്നത്? അതാ മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് മുത്തി നബി കടന്നു ചെല്ലുകയാ. ആരാണ് കിടക്കുന്നതെന്ന് നോക്കുമ്പോ റസൂലുള്ളാഹി അവിടുന്ന് ചിരിക്കുകയാ. നബി തങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരികയാ. അവിടുന്ന് ചോദിക്കുന്നു, യാ സഹാബാ, ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ സഹാബാ? നബി തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? സഹാബാ, നിങ്ങളൊക്കെ തെരഞ്ഞു നടക്കുന്ന സുമാമ ഇവനാണ് സഹാബാ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാ, നിങ്ങളൊക്കെ തെരഞ്ഞു നടക്കുന്ന സുമാമയുണ്ടല്ലോ, ആ സുമാമയാണ് ഈ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ കൈകാലുകൾ ഇങ്ങനെ തരിക്കുകയാണ്. കാരണം നബി തങ്ങൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ പറഞ്ഞ മനുഷ്യനാ. അതുകൊണ്ട് പടച്ചവന് ചിലരൊക്കെ ആഗ്രഹിക്കുകയാണ്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, നബി തങ്ങളെങ്ങാനും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പടച്ചവനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം എന്തെന്നറിയോ? യാ സ്വഹാബാ, ഒരാളും തൊട്ടുപോകാൻ പാടില്ല. സുമാമയെ ഒരാള് പോലും തൊടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സുമാമയെ ഒരാള് പോലും തൊടാൻ പാടില്ല. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അവിടെ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തേ, കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കണം സഹാബാ. നബി തങ്ങൾ പറയുകയാണ്, സുമാമയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭാര്യമാരോട് പറയണം ഭക്ഷണം വെച്ച് തരാറ്. ഭക്ഷണം കൊണ്ടുവന്ന് സുമാമയ്ക്ക് കൊടുക്കണം. അത് മാത്രം കൊടുത്താ പോരാ, കുടിക്കാനുള്ള പാലുകൂടെ കൊണ്ടുവന്ന് കൊടുക്കണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്. നബി തങ്ങൾ മിണ്ടാതെ നടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞപ്പോ സഹാബത്ത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആടിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സുമാമ ഇങ്ങനെ കഴിച്ചും തിന്നും ഇങ്ങനെ മസ്ജിദുൻ നബവിയിൽ കിടക്കുകയാണ്. ഒരു ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. നബി തങ്ങൾ ചോദിക്കുന്നു, മാതാ എന്തൊക്കെയാ സുമാമ? നബി തങ്ങൾ അവിടെ
അവിടെന്ന് ചോദിക്കുന്നു സുമാമാ സുഖമാണോ സുമാമാ സുഖമാണോ സുമാമാ നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ സുമാമ പറയുന്നു മുഹമ്മദേ എനിക്ക് സുഖമാ മുഹമ്മദേ എനിക്ക് സുഖമാണ് വേണമെങ്കിൽ നിനക്കെന്നെ കൊന്നുകളയാ ഇത് നിന്റെ നാടാണ് ഇവിടെ മുഴുവനും നിന്റെ ആൾക്കാരാണ് എന്നെ കൊന്നാ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ പക്ഷേ മുഹമ്മദ് എന്നെ നീ വെറുതെ വിടുകയാണെങ്കിൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ നിനക്ക് തരാമെന്ന് സുമാമ പറയുമ്പോ റസൂലുള്ള ചിരിക്കുന്ന മുഖത്തോടെ മടങ്ങി പോവുകയാണ് രണ്ടാമത്തെ ദിവസം നബി തങ്ങൾ വന്നു ഇതുപോലെ സുമാമയോട് ചോദിച്ചു സുമാമയുടെ മറുപടി ഒന്നാമത്തെ ദിവസം പറഞ്ഞതുപോലെയാണ് പടച്ചവനെ നബി തങ്ങൾ മടങ്ങിപ്പോയി മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു വരികയാണ് അവിടെന്ന് ചോദിക്കുന്നു മാതാ എന്തൊക്കെയാ സുമാമാ നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ സുമാമ അതേ മറുപടിയാണ് പറയുന്നത് നബി തങ്ങൾ മിണ്ടാതെ മടങ്ങുകയാണ് 3 ദിവസം കഴിഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സ്വഹാബത്തേ അഴിച്ചു വിട്ടേക്ക് സഹാബ അഴിച്ചു വിട്ടേക്ക് സഹാബ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അടിച്ചുവിടാ പറയുകയാണ് എല്ലാവരും നോക്കി നിൽക്കുമ്പോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സുമാമ ഇറങ്ങി പോവുകയാണ് സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ അവരുടെ മുമ്പിലൂടെ ഇറങ്ങി നടന്നു പോവുകയാണ് പടച്ചവരെ സുമാമ കുറച്ചങ്ങ് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് പെട്ടെന്ന് സുമാമ അവിടെ ഇറങ്ങിയിട്ട് കൈകാലുകൾ കഴുകുകയാണ് അതാ പുതിയ വസ്ത്രം ധരിക്കുകയാ അവിടെ നിന്ന് നല്ല വസ്ത്രം ധരിക്കുകയാണ് എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മടങ്ങി വരികയാണ് സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമയദാ മുത്തുനബിയുടെ മുമ്പിലേക്ക് നടന്നു വരികയാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് സുമാമ പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സുമാമ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പറഞ്ഞു നബിയേ എന്തൊരു സ്നേഹമാണ് നബിയേ എന്തൊരു അനുസരണയാണ് നബിയേ എന്തൊരു ഒത്തൊരുമയാണ് നബിയേ എന്തൊരു പെരുമാറ്റമാണ് നബിയേ അങ്ങയും അങ്ങയുടെ അനുയായികളുടെ ഈ നല്ല സ്വഭാവം കണ്ടിട്ട് ഞാനിനി നന്നായില്ലെങ്കിൽ എന്ന് നന്നാകാനാ പടച്ചവനെ സുമാമ എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്നു കൊണ്ട് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ് അവസാനം സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ നബിയേ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് എനിക്ക് വെറുപ്പായിരുന്നു നബിയേ എനിക്ക് വെറുപ്പായിരുന്നു നബിയേ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത മുഖം അങ്ങയുടെ മുഖമാണ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ കൊതിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നാട് മദീനയാണ് അങ്ങ് താമസിക്കുന്ന മദീനയോട് എനിക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു നബിയേ പക്ഷേ ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട് മദീനയാ എന്റെ പ്രിയപ്പെട്ടവരെ സുമാമ മുസ്ലിമായത് വഴുത് കേട്ടിട്ടല്ല പെങ്ങള് എടാ ചെറുപ്പക്കാരാ സുമാമ വഴുത് കേട്ടിട്ടല്ല മുസ്ലിമായത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ആ മുസ്ലിമീങ്ങളായവരുടെ ജീവിതം കണ്ടപ്പോ സുമാമ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ